നവോദയയെക്കുറിച്ചും നവോദയയിലെ സുഹൃത്തുക്കളെക്കുറിച്ചും ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിനെ കുറിച്ചുമൊക്കെ ഞാൻ ഇടയ്ക്ക് എഴുതാറുണ്ടല്ലോ. നവോദയയിലെ കഥകളെക്കുറിച്ചും ഒക്കെ. ഞങ്ങൾ ഇതുപോലെ എനിക്ക് നവോദയയിലെ ഒരു സുഹൃത്തുണ്ട്. ആളൊരു എൻജിനീയറാണ്. ഇപ്പോൾ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. മുമ്പ് US-ലും അങ്ങനെ ഓൾ ഓവർ ദ വേൾഡ് ട്രാവൽ ചെയ്യുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മുമ്പ് ഇദ്ദേഹത്തിന് ഒരു ക്രോണിക് സ്മോക്കറായിരുന്നു. ഒരു ദിവസം ഒരു 20 to 30 സിഗരറ്റ്സ് എല്ലാം വലിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ എപ്പോഴും സിഗരറ്റ് സ്മോക്കിങ്ങിനെ കുറിച്ചുള്ള അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഇതൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അവനെപ്പോഴും അതിനെ കേൾക്കും, പക്ഷേ സിഗരറ്റ് സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളൊന്ന് കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞു, എടാ ഞാൻ സിഗരറ്റ് കംപ്ലീറ്റ് ഉപേക്ഷിച്ചു, പകരം ഇപ്പം ഞാൻ വേപ്പാണ് ഉപയോഗിക്കുന്നത്, വേപ്പിംഗ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഒരു ധാരണ എന്താ വെച്ചാൽ വേപ്പിംഗ് ആയതുകൊണ്ട് ഈ ക്യാൻസറിൻ്റേതായിട്ടുള്ള റിസ്ക് ഒന്നും ഇല്ല എന്നാണ്. ശരിയാണ്, നിക്കോട്ടിനാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. പക്ഷേ ക്യാൻസറിൻ്റെ റിസ്ക്കോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൊണ്ടുള്ള മറ്റ് റിസ്ക്കുകളോ പൂർണ്ണമായും വേപ്പിംഗ് കൊണ്ട് ഒഴിവായി പോകുന്നില്ല. കുറച്ച് കാർസിനോജനിക് ആയിട്ടുള്ള സാധനങ്ങൾ അതിൽ നിന്ന് ഒഴിവാകുന്നുണ്ട് എന്നുള്ളൂ. പക്ഷേ ഈ നിക്കോട്ടിൻ മൂലമുണ്ടാകുന്ന നിക്കോട്ടിൻ ഹൈ ഡോസിലാണ്, നിക്കോട്ടിൻ്റെ കോൺസെൻട്രേറ്റഡ് ഫോമാണ് ഇതിൽ കിട്ടുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ബ്രെയിൻ ഡാമേജ്, അതുപോലെ ഈ സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ശ്വാസകോശത്തിനെ നശിപ്പിക്കുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം വേപ്പിങ്ങിനും ഉണ്ട്. മാത്രമല്ല ഇതിൽ ഓരോ ഫ്ലേവറിങ് ഏജൻസ് ഉണ്ട്. ഇതിന് പല ഫ്രൂട്ടി ഓഡേഴ്സും ഈ ഫ്ലേവറിങ് ഏജൻസ് അതുപോലെ മറ്റ് ഹെവി മെറ്റൽസൊക്കെ കൂടുതൽ അപകടം ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ഈ സിഗരറ്റ്സ് അല്ലെങ്കിൽ വേപ്പ് ഒക്കെ ഉപയോഗിക്കാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പഫുകളുടെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇന്നിപ്പോൾ 10 പഫാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ അത് 7 എണ്ണമാക്കാം, 5 എണ്ണമാക്കാം. അങ്ങനെ ഗ്രാജ്വലി സ്മോക്കിങ്ങിനെ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിഗരറ്റ്സിൻ്റെ പ്രധാനമായിട്ടുള്ള പർപ്പസ്. അല്ലാതെ വേപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്മോക്കിങ്ങിൻ്റേതായിട്ടുള്ള ദൂഷ്യവശങ്ങളൊന്നും ഇല്ല എന്നുള്ള ധാരണ തെറ്റാണ്.